പ്രയോജനപ്പെടുത്താൻ തുനിഞ്ഞതിന്റെ ഭവിഷ്യത്തുകളിൽ ചിലതു മാത്രമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. സ്ത്രീകൾ ജന്മന അബലകളും അവരുടെ കഴിവുകൾ പരിമിതങ്ങളുമാണ്. ആ കഴിവുകൾ അത്രയും ഗാഹിക രംഗത്തെ വിവിധ തുറകളിൽ വിനിയോഗിക്കപ്പെടേണ്ടവയുമാണ്. അവരെ പുരുഷന്മാരോടൊപ്പം കർമ്മരംഗത്ത് കൊണ്ടുവരാതെ അവരുടേതായ സമൂഹത്തിലെത്തി കഴിവിനും സ്വഭാവത്തിനും അനുസരിച്ച് ജോലികൾ ചെയ്യിപ്പിക്കണം. കണ്ടങ്ങള് ഇതാരാ പറയണേ? AP ഉസ്താദ് അല്ല. ഇങ്ങനത്തെ വല്ല പ്രസംഗം ഉണ്ടല്ലോ, AP ഉസ്താദിന്റെ ഹക്കീം ഉസ്താദിന്റെ ഒക്കെ മൗദൂദി വണ്ണിൽ ആർക്കെങ്കിലും കിട്ടിയാലേ നാളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അത് കുത്തിപ്പൊത്തിക്കും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിൽ വന്ന സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങളുടെ ഭാഷയിലെ 1964 മെയ്യിലെ ഇതാ മിശ്ര സഭകൾ എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും ഒന്നിച്ചിടപഴകുന്നതിനെതിരെയൊക്കെ വിശദീകരിച്ചിട്ട് നബി തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുള്ളതായ ഒരു വനിത തിരുമേനിയെ ഉണർത്തിയപ്പോൾ അവിടെ നിന്നതാണ് മഹല്ലത്തിലെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിലും നല്ലത് മഹല്ലത്തിലെ പള്ളിയിൽ നിസ്കരിക്കുന്നത് ജാമിഉ മസ്ജിദിൽ നമസ്കരിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഏറ്റവും ഉള്ളിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാരെ. നോക്കുക, ലോകഗുരുവായ നബിയുടെ പള്ളിയിൽ നബിയെ പിന്തുടർന്ന് നിസ്കരിക്കൽ എത്ര ശ്രേഷ്ഠമാണ്. എന്നിട്ടും സ്ത്രീ അവളുടെ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അതായിരിക്കും അധികം നല്ലത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇതേ ഞാൻ റിസാലി നല്ല വായിക്കുന്നത്, ഞാൻ സുന്നത്ത് നല്ല വായിക്കുന്നത്, സുന്നി വോയിസ് നല്ല വായിക്കണേ 1964 പ്രബോധനത്തിലാണ്. ഇങ്ങനെ എത്രയോ സ്ത്രീ വിരുദ്ധത ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷയിലുള്ളത് നിങ്ങളുടെ പൂർവ്വപിതാക്കൾ പണം കൊടുത്തു വാങ്ങി നിങ്ങളുടെ പഴയകാല വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച പ്രബോധനത്തിലുണ്ട്. അത് നിങ്ങൾ വായിക്കണം എന്നാ പറയാനുള്ളത്. ഇതൊക്കെ പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മറിച്ചു. ലിബറലുകളെക്കാളും കൂടുതൽ പെണ്ണിനെ തെരുവിലിറക്കാൻ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ മത്സരിക്കാൻ. എന്നാൽ പണ്ടത്തെ അബുല്ലാല മൗദൂദിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ സീതാവൂദ് എന്ന് പറഞ്ഞ മൗലവി പറയാണ്, അയാള് ഗാന്ധിജിയുടെ കഥ പറയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിന് മുമ്പ് ഗാന്ധിജി വരാനുള്ള സമ്മതം ചോദിച്ചു. അപ്പൊ 2 ഷർത്താണ് ജമാഅത്തെ ഇസ്ലാമി വെച്ചത്. അതിലൊന്ന് എന്താ, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. രണ്ടാമത്തേത് എന്താ, ബെർണിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഗാന്ധിജിന്റെ ഒപ്പം എപ്പോഴും ഭാര്യ ഉണ്ടാവും. ഭാര്യനെ കൂട്ടി സ്റ്റേജുമക്കും സദസ്സുക്കും വരാൻ പാടില്ല. പിന്നെ ഈ സുന്നിയാൾ റമദാനിൽ വയലിറത്തുമുണ്ടല്ലോ സാരി കൊണ്ടൊരു മറ കെട്ടല്ലേ, അങ്ങനെ മറ കെട്ടിയിട്ട് അപ്പുറത്ത് പെണ്ണുങ്ങളെ ഇരുത്തുന്ന പരിപാടിയാണ് അന്ന് ജമാഅത്തേക്ക്. അവിടെ ഗാന്ധിജിന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട് വേണം ഗാന്ധിജി ആണുങ്ങളെത്തിക്ക് വരാൻ എന്നാണ് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വെച്ച ഷർത്ത്. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനെ ആയിരുന്നില്ല. അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ 4 ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പം ഇരുത്താൻ പറ്റില്ല, സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഉപാധികൾ വെച്ചതിന് ശേഷം സമ്മേളനം ശ്രമിക്കാൻ വന്ന ഗാന്ധിജി, അന്ന് ഗാന്ധിജിക്കുള്ള ഷർത്ത് എന്തൊക്കെയാ? സ്വന്തം ഭാര്യയെ തന്റെ തൊട്ടടുത്തുള്ള കസേലയിൽ പോലും ഇരുത്തി ജമാഅത്ത് വേദിയിൽ വരാൻ ഗാന്ധിജിക്ക് പെർമിഷല്ല, ആരാന്റെ പെണ്ണുങ്ങളെയല്ല. എന്നാൽ അതേ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നോക്കുങ്ങള് ആരിഫൽ ഇരിക്കുന്നത് ആരാന്റെ പെണ്ണുങ്ങളൊപ്പാണ്. സ്വന്തം ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ സംഘടനാ നേതാക്കളുടെ കൂടെ ഒരാൺ പറന്നോൻ ഒരു പൊതുവേദിയിൽ ഇരിക്കാൻ ഈ സമ്മേളനത്തിലെങ്ങാനും കട്ടകാലത്തിന് അബുല്ലാല മൗദൂദി എപ്പോഴെങ്കിലും വന്നുപെട്ടാൽ കണ്ടങ്ങൾ ഗാന്ധിജിക്ക് സ്വന്തം ഭാര്യന്റെ കൂടെ പോലും ഒരു വേദിയിൽ ഒരു കസാലന്റെ അടുത്ത് ഇരിക്കാൻ പെർമിഷൻ കൊടുക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയിൽ വന്ന മാറ്റം കണ്ടങ്ങള് ഇതിന് അടിവേരുകളില്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന അടിയാധാരമില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന കൃത്രിമമായ രീതിയിൽ ആ ആധാരം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ